എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിയിട്ടുള്ളത് എന്തിനാണെന്നറിയോ? രാവിലെ എഴുന്നേക്കാത്തതിന്. ചീത്ത കിട്ടുമെന്ന് ഉറപ്പുണ്ടായാലും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഉറക്കത്തെ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആയിട്ടില്ല കേട്ടോ. അൺലെസ് എന്തെങ്കിലും സാഹചര്യം വരണം, എഴുന്നേറ്റേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ, അങ്ങനെ മാത്രമേ ഞാൻ എഴുന്നേക്കാറുള്ളൂ. പക്ഷേ UK വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് ആട്ടോ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയത്. ഈ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ആ ദിവസം കുറച്ചും കൂടെ ഒന്ന് ജീവിക്കുന്ന പോലെ തോന്നി. അതേപോലെ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മുടെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സൺറൈസസ് ഒക്കെ എൻജോയ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ഇതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസിഷൻ എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ ഫോഴ്സ്ഫുള്ളി എടുത്തതാണെങ്കിലും ശരിക്കും ഞാൻ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എക്സസൈസും ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഈ നടന്നു പോകുന്നത് ഗാർഡനിലോട്ടാണ് കേട്ടോ. എവറി ഡേ ഒരു 1 hour എങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ ഗാർഡനിലുള്ള ഓരോ പ്ലാന്റ്സും ഞങ്ങൾ നട്ട് വളർത്തിയതാണ്. ഇവിടെ കൂടുതലും വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് നട്ട് വളർത്തി ടേക്ക് കെയർ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് അതിൽ ഈ പൂക്കളും കായ്കളും ഒക്കെ വരുമ്പം എന്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഞങ്ങളിതിൻ്റെ ഓരോ പ്രോസസ്സും എവറി ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര ടൈം ഇല്ലെങ്കിലും ഗാർഡനിൽ വന്നിട്ട് ഒരു 5 minutes എങ്കിലും സ്പെൻഡ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. ഡെയിലി വന്ന് നോക്കും, ഇതിലെന്തെങ്കിലും പൂവിട്ടോ, പുതിയ കാ വന്നോ എന്നൊക്കെ. ഇതിലെന്തെങ്കിലും പറിച്ചുകൊണ്ട് പോയിട്ടൊന്ന് ട്രൈ ചെയ്താലോ? ആ റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഇത് നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്യുക.